100-ലധികം ആളുകളുമായി നേരിട്ടും ഫോൺ കോളിലൂടെയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഒരു കോമൺ ചോദ്യമാണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ മുഖത്തിനെയും ശരീരത്തിനും അതുപോലെ തന്നെ എൻ്റെ വ്യക്തിത്വത്തെയും ഒന്ന് മികച്ചതാക്കുക. കാരണം എനിക്ക് ആരും തന്നെ അധികം അറ്റൻഷൻ നൽകുന്നില്ല. ഇതിലൂടെ എനിക്കെൻ്റെ ഉള്ളിലെ സെൽഫ് റെസ്പെക്റ്റ് പോലും നഷ്ടപ്പെടുന്നതായി തോന്നുന്നു എന്നത്. ഇന്ന് ഈ വീഡിയോ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരാളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ, ഇന്നേവരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോകളൊക്കെയും പകുതി കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ പറഞ്ഞ വീഡിയോകൾ മുഴുവനും നിങ്ങൾക്ക് മുന്നിൽ വരുത്തേണ്ട പലതരം മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവസാനം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ സിംഹത്തിൻ്റെ ഒരു മുഖം മൂടി വെച്ചതുപോലുള്ള ഒരു മാറ്റം മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു മുഖം മൂടി വയ്ക്കുന്നതിലൂടെ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ബഹുമാനം നൽകിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ശക്തനായ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മുഖം മൂടി പറിച്ചു കളയുവാനായി പ്രത്യേകിച്ച് പരിശ്രമങ്ങളുടെ ആവശ്യമൊന്നും വേണ്ടിവരില്ല. നിങ്ങൾ ശരിക്കും നിങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ച് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി തന്നെയായിരിക്കും മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. എന്നാൽ പകുതി അറിവ് നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വത്തെയും ഒരു മൂടുപടമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. പൂർണ്ണമായും നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറമേ വരെ പെർമനന്റ് ഗ്ലോപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന തരം ഹോളിസ്റ്റിക് അപ്രോച്ചിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാപ്റ്റർ 1 ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, വൈ ഡു വി നീഡ് എ ഗ്ലോ അപ്പ് എന്നത്. ഇന്നിവിടെ ഈ ചോദ്യം ചോദിക്കാനുള്ള പല പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. നമുക്കിടയിൽ തന്നെ അങ്കിൾ മൈൻഡ് സെറ്റുള്ള കുറച്ച് വ്യക്തികളുടെ ചിന്താഗതിയാണ് കയ്യിൽ കാശുണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നിൻ്റെയും ആവശ്യമേ ഇല്ല എന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ മികച്ചതായി എന്തെങ്കിലും നേടുന്നതിന് വേണ്ടി നമുക്ക് വരുത്താവുന്ന വ്യക്തിത്വത്തിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. എത്ര തന്നെ ധനികനാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ നിർവചിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ വ്യക്തിത്വം തന്നെയാണ്. അടുത്തതായി മറ്റുള്ളവർക്ക് വേണ്ടി അല്ല, പകരം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്ലോ അപ്പ് വരുത്തുന്നത്. കാരണം മറ്റുള്ളവരിൽ നിന്നും നേരിടുന്ന അവഗണനയും അതുപോലെ തന്നെ ഡിസ്റെസ്പെക്റ്റുമൊക്കെ ഒരു വ്യക്തിയുടെ മനസ്സിൽ സമൂഹത്തിൽ ശക്തിയുള്ള ഒരു വ്യക്തിത്വവുമായി ഉയർന്നു വരണമെന്ന ചിന്ത ഉണ്ടാക്കുന്നു. ഇവിടെ നിന്നും വാസ്തവത്തിൽ 3 വഴികളാണ് ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഒരു എലിയുടെ വഴി. പുറത്തു പോകുന്നതും ആളുകളുമായി ഇടപഴകുന്നതുമൊക്കെ വേണ്ടെന്ന് വെച്ച് ഒരു എലിയെപ്പോലെ സ്വന്തം മാളത്തിൽ ഒതുങ്ങിക്കൂടുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. രണ്ടാമത്തെ വഴിയിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ തങ്ങളെ വില കുറച്ച് കാണുന്ന വ്യക്തികളോടായി ഇനി എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന കുറവുകൾ നികത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിലെ പ്രശ്നം എന്തെന്നാൽ ആ വ്യക്തി തൻ്റെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആകാൻ കഴിയില്ലെന്ന കാര്യം അവർ മറന്നു പോകുന്നു. മൂന്നാമത്തേത്, മറ്റുള്ളവർ എന്തെങ്കിലും പറയട്ടെ, ഞാൻ ആരുടെ മുന്നിലും തലകുനിച്ച് അപമാനിതനായി ജീവിക്കില്ല എന്ന ചിന്താഗതിയാണ്. എൻ്റെ ഉള്ളിലെ ഈഗോ കാരണമല്ല, പകരം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതിലൂടെ എനിക്ക് ഒന്നും തന്നെ നേടാനില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിൽ ഒരു മാർഗം സ്വീകരിക്കുന്നതിന് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്തെന്നാൽ, ഈ 3 മാർഗങ്ങളിൽ ഏതാണ് ഏറ്റവും മികച്ചത് എന്നതാണ്. ഭൂരിഭാഗം പേർക്കും മൂന്നാമത്തെ മാർഗമാണ് മികച്ചത് എന്ന് തോന്നും. എന്നാൽ അത് ശരിയായ ഒന്നല്ല. എല്ലാ കാര്യത്തിലും സമൂഹത്തെ ഓപ്പോസ് ചെയ്യണമെന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും ആളുകൾ മൂന്നാമത്തെ മാർഗത്തിന് അർത്ഥം ഇങ്ങനെയായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഫ്രീ വിൽ അതുപോലെ തന്നെ ക്ലാരിറ്റിയോട് കൂടി ജീവിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക എന്നതാണ്. അല്ലാതെ സമൂഹത്തെ മുഴുവൻ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പതിയെ ഒന്നാമത്തെ കാറ്റഗറിയിലെ ആളുകളെ പോലെയായി മാറുന്നതാണ്. ഫ്രീ വില്ലോട് കൂടി ജീവിക്കുക എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. അത് ചെയ്യാനും നിങ്ങൾ തയ്യാറാണ്. അത് ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ഞാൻ നൽകാം. സമൂഹത്തിൻ്റെ അടിമയാകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമൂഹവുമായി ചെയ്തു തരേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തരികയും വേണം. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാകുന്നതിനായി നമ്മൾ ശരിക്കും ഉള്ളിൽ നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നും ഒത്തിരി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ചാപ്റ്റർ 2 നിങ്ങൾക്ക് നല്ല നിലവാരത്തിലുള്ള റെസ്പെക്റ്റ്, അട്രാക്ഷൻ, പവർ, അറ്റൻഷൻ അതുപോലെ തന്നെ ഫെയിം തുടങ്ങിയവ ലഭിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നമ്പർ 1, ഫേസ്. ഹ്യൂമൻ ബീങ്സിൻ്റെ വളരെ ബേസിക്കായ സ്വഭാവമാണ് ഗുഡ് ലുക്കിംഗ് ഫേസിൽ അട്രാക്റ്റഡ് ആവുക എന്നത്. ഫേസിൽ സിമെട്രി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക. നമ്പർ 3, ഇനി മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ ബോഡി ആൻഡ് ഡ്രസ്. നിങ്ങളുടെ ശരീരം മസ്കുലാർ ആൻഡ് ഫിറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഏതു തരത്തിലുള്ള വസ്ത്രവും നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ കൂടുതൽ ഫാറ്റോ സ്ലിമ്മോ ആണെങ്കിൽ ഡ്രസ്സിംഗ് എന്നത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം വസ്ത്രങ്ങൾ കൊണ്ട് അട്രാക്റ്റീവ് ആകുന്നത് കൂടുതൽ എളുപ്പമുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു അലസതയുള്ള വ്യക്തി എന്ന ചിന്താഗതി വരുത്തുന്നതിന് ചിലപ്പോൾ ഇതൊരു കാരണമായേക്കാം. നമ്പർ 4,
പോസ്ചർ. ഇത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനെ സൂചിപ്പിക്കുന്നു. നടുവളഞ്ഞിരിക്കുന്ന പോസ്ചർ നിങ്ങൾ സബ്മിസീവ് നാച്ചറുള്ള വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ സമൂഹം പോലും പേടിക്കുമെന്ന് ഉറപ്പുള്ളവരെ മാത്രമേ പേടിപ്പിക്കാൻ ശ്രമിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കീഴടക്കാനും ഈ ലോകത്ത് ആളുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും നെഞ്ചുവിരിച്ച് നിൽക്കാൻ ശ്രമിക്കുക. നടുനിവർത്തി ഷോൾഡേഴ്സ് വൈഡൻ ചെയ്തു വയ്ക്കുന്നത് ശരിക്കും റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു. പ്രശ്നങ്ങളെ നേരിടാൻ കെൽപ്പുള്ളവരാണെന്നതിൻ്റെ ഒരു സൈനാണിത്. നമ്പർ 5, നിങ്ങളുടെ ശബ്ദം. നിങ്ങൾ സംസാരിക്കുന്ന രീതി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് തുടങ്ങിയവയാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ സംസാരിക്കുന്ന രീതി, അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് തുടങ്ങിയവ പൂർണ്ണമായും പരിശീലനത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഘടകങ്ങളാണ്. നിങ്ങൾ എത്രത്തോളം സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകുന്നു, അത്രത്തോളം നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് മികച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ശബ്ദം മികച്ചതാക്കുന്നതിന് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്വാസം എടുക്കേണ്ടത് ലങ്സിൽ പിന്നിലല്ല, പകരം സ്റ്റൊമക്കിൽ നിന്നാണ്. അതുപോലെ വളരെ ഉച്ചത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. 3ാമത്തെ കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നത്. ദിവസവും കുറഞ്ഞത് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. ഇതും നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്പർ 6, നിങ്ങൾക്ക് പവർ, റെസ്പെക്ട് തുടങ്ങിയവ നൽകാൻ കഴിവുള്ള 6ാമത്തെ ഘടകമാണ് മണി. ഇപ്പോൾ ഞാൻ പഠിക്കുകയാണ്, അപ്പോൾ പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് മണ്ടത്തരമാണെന്ന് കരുതരുത്. നിങ്ങളുടെ വയസ്സെന്തായാലും ഒരു വരുമാന മാർഗമുണ്ടാക്കുക. ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പകരം നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് മെച്ചപ്പെടുത്തി ഏൺ ചെയ്യാൻ തുടങ്ങുക. ചാപ്റ്റർ 3. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിയുക. കാരണം സെൽഫ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉയർന്ന എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. അല്ലായെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ട് പർപ്പോസ്ലെസ് ആവേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഗ്ലോ അപ്പ് ആകാൻ തുടങ്ങുക. അതിലൂടെ നിങ്ങൾക്ക് വിസ്ഡം, പവർ തുടങ്ങിയവ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഹോളിസ്റ്റിക് ചേഞ്ചസ് വരുത്താൻ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ സഹായിക്കും.